Students, നമ്മുടെ fourth module complete ആയിരുന്നു. So today we are moving on to the fifth one, that is the market structure. Fifth module നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. ഇപ്പോൾ ഒരു മാർക്കറ്റിൽ എന്തൊക്കെ രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസ് ആണുള്ളത്, അല്ലെ എത്ര ബയേഴ്സ് ഉണ്ട്, എത്ര സെല്ലേഴ്സ് ഉണ്ട്, ബയേഴ്സിന് സെല്ലേഴ്സ് വെച്ച് കൂടുമ്പോൾ നമ്മളെങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യണം, അതേപോലെ നമ്മുടെ ബയേഴ്സ് സെല്ലേഴ്സ് കുറവാണെങ്കിൽ നമ്മളെങ്ങനെയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റിൻ്റെ മൊത്തത്തിൽ സ്ട്രക്ചർ പഠിക്കുക, എത്രത്തോളം ആൾക്കാർ ഇൻവോൾവ് ചെയ്യുന്നു, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ മാർക്കറ്റ്, അതെല്ലാമാണ് നിങ്ങളുടെ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കേണ്ടത്. അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ കൺസെപ്റ്റ് എന്താക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താകണമെന്ന് ഫിക്സ് ചെയ്യേണ്ടത്. ഒരു ടാർഗറ്റ് മാർക്കറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ അതോ സെയിൽസ് മാക്സിമൈസേഷൻ ആണോ, അതിനുവേണ്ടി നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യും, ഇതെല്ലാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് എത്രയാണ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്യാനാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ വി ഓൾ നോ ദാറ്റ് ദ മാർക്കറ്റ് this market structure has classified the market into two types. രണ്ട് ടൈപ്പ് കോമ്പറ്റീഷൻ ബേസ് ചെയ്ത് നമ്മൾ രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് ദ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഓഫ് പ്യുവർ കോമ്പറ്റീഷൻ, സെക്കൻഡ് ഈസ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. There are two classification for the markets based on the competition present, that is perfect competition and imperfect competition. Perfect അതുപോലെ ഇംപെർഫെക്റ്റും. ഈ പെർഫെക്റ്റ് കോമ്പിനേഷനെയാണ് പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനുണ്ട്. ഇംപെർഫെക്റ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ദിസ് മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് കോമ്പിനേഷൻ ആൻഡ് ഒലിഗോപ്പൊളി. ഇപ്പോൾ നിങ്ങൾ ഈ വേർഡ്സ് ഒക്കെ കേൾക്കുമ്പോൾ ആദ്യമായിട്ടായിരിക്കും. സോ വി വിൽ ഗോ ഇൻ ടു ഡീറ്റെയിൽ ഓൺ വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, വാട്ട് ഈസ് ഇംപെർഫെക്റ്റ്, വാട്ട് ഈസ് മോണോപ്പൊളി, മോണോപ്പൊളിസ്റ്റിക് ആൻഡ് ഒലിഗോപ്പൊളി എക്സെട്ര. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ കാണാം, വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാർക്കറ്റിൽ അവിടെ എത്രത്തോളം ബാക്കി ഫേംസ് ഉണ്ടോ ആ ബാക്കി ഫേംസ് എങ്ങനെയാണ് ഇവരുടെ ഫേവർ ചെയ്യുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ അവർ കാരണം നമ്മൾ എന്തൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഒരു മാർക്കറ്റ്, ഇതൊക്കെയാണ് കോമ്പറ്റീഷൻ്റെ അർത്ഥം. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നെയിം ഗിവൺ ടു ആൻ ഇൻഡസ്ട്രി ഓർ എ മാർക്കറ്റ് വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓൾ എൻഗേജ്ഡ് ഇൻ ദ സെൽ ഓഫ് ഹോമോജീനിയസ് ഗുഡ്സ്. കുറേ ബയേഴ്സും സെല്ലേഴ്സും, അല്ലെങ്കിൽ നമുക്ക് ഇൻഡെഫിനിറ്റ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉള്ളൊരു മാർക്കറ്റിനെ അവിടെ ആ മാർക്കറ്റിൽ വിൽക്കുന്ന എല്ലാ പ്രൊഡക്ട്സും ഹോമോജീനിയസ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ഹോമോജീനിയസ് കമ്മോഡിറ്റി ആണ്. ഹോമോജീനിയസ് എന്ന് വെച്ചാൽ ഒരേപോലെയല്ലേ, സിമിലർ പ്രൊഡക്ട്സ് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. അതേപോലെ അവിടെയുള്ളവർക്കൊക്കെ ആ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, അതുപോലെ ആൾക്കാർക്കോ റിസോഴ്സസിനോ ഒന്നും എൻട്രി ചെയ്യാനോ എക്സിറ്റ് ചെയ്യാനോ ആ മാർക്കറ്റിൽ വിട്ട് അവിടെ ബിസിനസ് ചെയ്യാനോ അവിടുന്ന് പുറത്തോട്ട് ബിസിനസ് ചെയ്യാനോ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു മാർക്കറ്റിനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുക. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ എങ്ങനെയായിരിക്കും? ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും. അപ്പോൾ ഹൈ കോമ്പറ്റീഷൻ ഉള്ളൊരു മാർക്കറ്റിനെ തന്നെയാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുക. ഹിയർ ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിൽ ബി വെരി ലാർജ് ആൻഡ് ദേ വിൽ ബി സെല്ലിംഗ് ഓർ ദേ വിൽ ബി ഡൂയിങ് ബിസിനസ് റിലേറ്റഡ് ടു ഹാവ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്. ദേ വിൽ ബി ഹാവിങ് perfect knowledge about the market prices and the quantities. There is no discrimination and there will be perfect mobility of resources in a perfect competition. ഓക്കെ, അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിനുള്ള മേജർ ഫീച്ചേഴ്സ് ആണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് ചോദിച്ചാൽ, ഓർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് വൺ ഇസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. സെക്കൻഡ്, ദേ വിൽ ബി സെല്ലിംഗ് ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. അപ്പം ഒരേപോലെയുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും, അല്ലേ. ലാർജ് നമ്പർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഞാൻ പറഞ്ഞു, അതെന്താ, ഒരു മാർക്കറ്റിൽ ഏതൊരു സെല്ലറിനും ഏതൊരു ബയറിനും വന്ന് ബിസിനസ് ചെയ്യാം, അവിടെ വന്ന് വാങ്ങാം. അപ്പോൾ എപ്പോഴും എങ്ങനെയാണ്, ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെയുള്ള പ്രൊഡക്റ്റ് വരിക, അല്ലേ. കുറേ ബയേഴ്സ് ഉണ്ട്, അപ്പം ദ കസ്റ്റമേഴ്സ് വിൽ ബി കുറേ സെല്ലേഴ്സ് ഉണ്ടെങ്കിൽ ദ കസ്റ്റമേഴ്സ് ദ ബയേഴ്സ് വിൽ ബി ഹാവിങ് എ നമ്പർ ഓഫ് ചോയ്സസ്. ഒരു കടയിൽ ഇപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് പോകുമ്പോഴേക്ക് ഇഫ് ദ പ്രൈസ് ഇസ് സീൻ ടു ബി ഹയർ വി വിൽ മൂവ് ടു അതർ ഷോപ്പ്. അപ്പം അങ്ങനെ ഒരു ഫെസിലിറ്റി കാണുന്നത് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡിമാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിമാൻഡ് ഓഫ് എ ബയർ ആണ് മിക്കവാറും അവിടെ ഫോക്കസ്ഡ് ആയിട്ട് വരാറുള്ളത്. ആൻഡ് സെക്കൻഡ് ടൈപ്പ് ഈസ് ദ ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ്. ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് ആണ് അടുത്ത ഫീച്ചറായി പറഞ്ഞത്. വെച്ചാൽ ആ മാർക്കറ്റിലുള്ള എല്ലാവരും വിൽക്കുന്ന ഒരേപോലെയുള്ള ഐഡൻറ്റിക്കലോ അല്ലെങ്കിൽ ഹോമോജീനിയസ് ആയിട്ടോ സിമിലർ ക്വാണ്ടിറ്റി സിമിലർ പ്രൈസുള്ള ഗുഡ്സ് ആയിരിക്കും അവരെല്ലാവരും വിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് വേറൊരു പ്രൊഡക്റ്റിൻ്റെ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും. ഇപ്പം പലചരക്ക് കടകൾ മാത്രമുള്ളൊരു മാർക്കറ്റ് ആലോചിക്കുകയാണെങ്കിൽ ഒരു കടയിൽ ഉള്ള സാധനങ്ങൾ തന്നെയാണ് അടുത്ത കടയിൽ, അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് കൂടുതലായി കണ്ടാൽ നമ്മൾ അടുത്ത കടയിൽ പോയി വാങ്ങും. അപ്പോൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നൊരു മാർക്കറ്റ് ആയിരിക്കും ദിസ്
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. തേർഡ്, ദർ വിൽ ബി ഫ്രീ എൻട്രി ഓർ എക്സിറ്റ് ഓഫ് ദ ഫേംസ്. ഏതൊരു ഫേമിന് ഏത് സമയത്ത് അതിനകത്ത് കയറാനും അതേപോലെ അവർക്ക് ലീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അവിടെ ലീഗൽ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആര് ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ കമ്പനി മാത്രമേ ഇവിടെ നിലനിൽക്കാൻ പറ്റൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ലാത്തൊരു മാർക്കറ്റാണ് ദിസ് പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ദെൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് വിൽ ഹാവ് പെർഫെക്റ്റ് നോളജ്. ബയേഴ്സിനും സെല്ലേഴ്സും ഒരേപോലെയുള്ള പെർഫെക്റ്റ് നോളജും ഉണ്ടാവും. അവർ വിൽക്കുന്ന പ്രൊഡക്റ്റുകളുടെ പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും. എത്രയാണ് മാർക്കറ്റ് പ്രൈസ്, എത്ര ക്വാണ്ടിറ്റിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഇതെല്ലാം എല്ലാവർക്കും അറിയാനുണ്ടാവും. ദെൻ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പല ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. റോ മെറ്റീരിയൽസ്, ക്യാപിറ്റൽ, ലേബർ, മെഷീനറി, ഇതെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ്. ഇതെല്ലാം എങ്ങനെ വേണമെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. മൊബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് കാണുന്നത്. ദാറ്റ് ഈസ് വെൻ ഡിമാൻഡ് എക്സീഡ് സപ്ലൈ. ഇങ്ങനെയുള്ളൊരു മാർക്കറ്റിൽ ഡിമാൻഡ് കൂടുതലാണ് സപ്ലൈനെക്കാളും. സോ അഡീഷണൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ മൂവ് ഇൻ ടു ദ ഇൻഡസ്ട്രി. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് റോ മെറ്റീരിയൽസ് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. അപ്പം ഓട്ടോമാറ്റിക്കലി സപ്ലൈ വിൽ ബി മോർ ദാൻ ദ ഡിമാൻഡ്, അല്ലേ? അപ്പോൾ പതുക്കെ ഡിമാൻഡ് കുറയും. സോ in this case, the factors of production are easily movable into and out of the industry depending upon the demand and supply of the product. Then, assumption of no transportation cost. പിന്നെ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ കാണുന്നൊരു ഫീച്ചറാണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്നൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഫേമിനെ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിൽ. ദാറ്റ് ഈസ് ആസ് നോ ഇൻഡിവിജ്വൽ ഫേം ക്യാൻ ഇൻഫ്ലുവൻസ് ദ മാർക്കറ്റ് പ്രൈസ്. ഒരു ഇൻഡിവിജ്വൽ ഫേമിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പോൾ ഒരു ഫേം വിചാരിക്കുക എൻ്റെ ഈ പ്രൊഡക്റ്റിന് ഇത്രയും രൂപ വേണം, അപ്പം അതിനേക്കാളും കുറഞ്ഞിട്ടാണ് വേറൊരു മാർക്കറ്റിൽ അല്ലെങ്കിൽ വേറൊരു ആൾ വിൽക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി ദ കസ്റ്റമേഴ്സ് വിൽ മൂവ് ഓൺ ടു ദാറ്റ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിലേക്ക്, ആ ഫേമിലേക്ക് മാറും. അതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഇൻഡിവിജ്വൽ ഫേംസിന് പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും എങ്ങനെയാണ്, ബാക്കി കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചേ വെക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒരേപോലെയുള്ള പ്രൈസ് കിട്ടണമെങ്കിൽ എങ്ങനെയാണ്, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഇല്ല എന്ന കൺസെപ്റ്റ് എടുത്താലേ പറ്റുള്ളൂ. ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇല്ലാതെ എന്നല്ല, കുറവായിരിക്കും, പക്ഷെ നെഗ്ലിജിബിൾ എന്ന കൺസെപ്റ്റാണ് നമ്മളിവിടെ എടുക്കുന്നത്. എന്നാൽ മാത്രമേ ഈ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫീസിബിൾ ആവുള്ളൂ. അപ്പോൾ ഫോർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഐഡൻറ്റിക്കൽ പ്രോഡക്ട്സ്, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ദ ഫേംസ്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഹാവ് ദ പെർഫെക്റ്റ് നോളജ് അബൌട്ട് ദ മാർക്കറ്റ്, പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് അസംഷൻ ഓഫ് നോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ കാണുന്നത്. ഇനി വേറൊരു കൺസെപ്റ്റാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇപ്പം ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അതുപോലെ പ്യുവർ കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു. പെർഫെക്റ്റ് ആൻഡ് പ്യുവർ ആർ ഓൾമോസ്റ്റ് സിമിലർ എന്ന് നമുക്ക് പറയാം. പെർഫെക്റ്റ് പക്ഷേ പ്യുവറിനേക്കാളും കുറച്ചുകൂടെ ബ്രോഡർ ആണ്. പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് വേണം, ഐഡൻറ്റിക്കൽ പ്രൊഡക്ട്സ് വേണം, ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ്, ഇത്രയും മൂന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ പ്യുവർ കോമ്പറ്റീഷൻ എന്ന് പറയാം. അതിൻ്റെ കൂടെ ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്, ഫ്രീ മൊബിലിറ്റി ആണ്, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആകുമ്പോഴാണ് അതൊരു പെർഫെക്റ്റ് കോമ്പറ്റീഷനായിട്ട് മാറുന്നത്. ഓക്കെ, ഇനിയുള്ള കൺസെപ്റ്റാണ് ഇക്വിലിബ്രിയം പ്രൈസ്. ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക? വെൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ഈക്വൽ ടു ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്. സോ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈക്വൽസ് ദ ക്വാണ്ടിറ്റി സപ്ലൈഡ്, ഇറ്റ് ഈസ് കോൾഡ് ഇക്വിലിബ്രിയം പ്രൈസ്. നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന അത്രയും തന്നെ നമുക്ക് സപ്ലൈ കിട്ടുന്നുണ്ടെങ്കിൽ ആ വിലയിലുള്ള ആ വിലയില്ലേ, അതിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ ഹിയർ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഡിറ്റർമിൻഡ് ബൈ ദി ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. നമുക്ക് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ലോ ഓഫ് ഡിമാൻഡ് അറിയാമായിരിക്കും. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഡിമാൻഡ് ആണെങ്കിൽ, ദാറ്റ് ഈസ് മോർ ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി ഡിമാൻഡഡ് അറ്റ് എ ലോവർ പ്രൈസ്. പ്രൈസ് കുറവാണ് ഒരു കമ്മോഡിറ്റിക്ക്. പ്രൈസ് കുറവാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ, ഡിമാൻഡ് കൂടുക, അല്ലേ? പ്രൈസ് കുറവാണെങ്കിൽ നമ്മളെല്ലാവരും അത് വാങ്ങാൻ ആഗ്രഹിക്കുക. അപ്പം അത് തന്നെയാണ് ലോ ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. പക്ഷേ സപ്ലൈയിൽ എന്താ പറയുന്നത്? ദാറ്റ് മോർ ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി സപ്ലൈഡ് അറ്റ് എ ഹയർ പ്രൈസ്. ഹയർ പ്രൈസിൽ കൂടുതൽ സാധനങ്ങൾ കിട്ടും, അല്ലേ? ലോ സപ്ലൈ പറയുന്ന പ്രൈസ് കൂടുതലാണെങ്കിൽ കൂടുതൽ സപ്ലൈ, പ്രൈസ് കുറവാണെങ്കിൽ ലെസ് സപ്ലൈ എന്ന കൺസെപ്റ്റാണ്. അപ്പോൾ രണ്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആണ്, അല്ലേ? രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ്, ഒരു ക്രോസ് പോലെയാണ് നമ്മുടെ ഗ്രാഫിൽ വരെ. ഒന്നിൽ പ്രൈസ് കൂടുമ്പോൾ എന്ത് പറ്റും, ഡിമാൻഡ് കുറയും. ഒന്ന് പ്രൈസ് കൂടുമ്പോൾ സപ്ലൈ കൂടും. അപ്പോൾ രണ്ടും ക്രിസ് ക്രോസ് ആയിട്ടാണ് നമ്മുടെ ലോ ഓഫ് ഡിമാൻഡ് കർവും അതുപോലെ സപ്ലൈ കർവും വരുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ വെച്ച് ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യും, അല്ലേ? ഒരു പോയിന്റിൽ അത് മീറ്റ് ചെയ്യും. ആ ഒരു പോയിന്റിനെ തന്നെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഗ്രാഫ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ഗ്രാഫ് കണ്ടോ?
Here you can see that this is the demand curve. This is a supply curve. ഇപ്പോൾ ഡിമാൻഡ് കർവ് എന്താ, ഇവിടെ പ്രൈസ് ഇങ്ങോട്ട് വരുമ്പോൾ കൂടി വരുന്നു, ഇവിടെ ക്വാണ്ടിറ്റി കൂടി വരുന്നു. അപ്പോൾ പ്രൈസ് കൂടുതലായിരുന്നപ്പോൾ ക്വാണ്ടിറ്റി എത്ര 5 ഉള്ളൂ. പ്രൈസ് കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഇവിടെ കൂടി വന്നു. 5 ഇരുന്ന സാധനം ഇവിടെ പ്രൈസ് കൂടിയിരുന്നപ്പോൾ 5 ഇരുന്ന ക്വാണ്ടിറ്റി പ്രൈസ് 4 ആയപ്പോൾ 15 ആയി, അല്ലെങ്കിൽ പ്രൈസ് 3 ആയപ്പോൾ 15 ആയി. സോ ബൈ ദ ഡിക്രീസ് ഇൻ പ്രൈസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി. ഇതാണ് ഡിമാൻഡ് കർവ്. ഇനി സപ്ലൈ കർവ് നേരത്തെ പറഞ്ഞതുപോലെ എന്താ, നമുക്ക് കൂടുതൽ പ്രൈസ് ആണെങ്കിൽ കൂടുതൽ സപ്ലൈ കിട്ടും, കൂടുതൽ സാധനം വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 3 എന്ന് പറയുമ്പോൾ 15 ആണ്, എന്നാൽ 6 എന്ന് പറയുമ്പോൾ എത്രയാണ് 30 വരുന്നുണ്ട്. സോ വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ ക്വാണ്ടിറ്റി. അപ്പോൾ ഈ രണ്ട് കർവും ഇങ്ങനെയാണ് അല്ലേ. സപ്ലൈ കർവ് ഇങ്ങനെയും 0 പ്രൈസിന് 0 സപ്ലൈ. പക്ഷേ ഡിമാൻഡ് ആണെങ്കിൽ നോക്ക് ഇങ്ങനെ. ഇപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഒരു എക്സ് പോലെ വന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇല്ലേ, ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. സോ ദ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അറ്റ് എൻ ഇക്വിലിബ്രിയം പ്രൈസ്, രണ്ടും ഈക്വൽ ആവുന്നൊരു പോയിന്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുക. ഇവിടെ നോക്ക്, ക്വാണ്ടിറ്റി ഡിമാൻഡഡും ക്വാണ്ടിറ്റി സപ്ലൈഡും പ്രൈസും വെച്ചിരിക്കുന്നത്. 0യിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എത്രയാണ്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് 0, quantity supplied as S, whereas in the 0 നമ്മുടെ പ്രൈസ് 0 ആയിരിക്കുന്ന സമയത്ത് ഡിമാൻഡ് എത്രയാണ് വന്നിരിക്കുന്നത് 24 ആണ്. സോ ഇവിടെ ഒരു വേറെ എക്സാമ്പിളാണ്, ഇവിടുത്തെ എക്സാമ്പിൾ വെച്ചിട്ടല്ല അവർ പറഞ്ഞിരിക്കുന്നത്, വേറെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് 24 ഓൾമോസ്റ്റ്, ഓക്കെ സോറി ദ സെയിം വൺ. ഇവിടെ 24 ആണ്, 0 ഉള്ളപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണ് 24 ആണ്. ഈ ഗ്രാഫും ഈ ഒരു ടേബിളും കൂടെ നോക്കിയാൽ മതി. ഇനി സെക്കൻഡ് കേസ് നോക്കിയാണെങ്കിൽ പ്രൈസ് 1 ആയി. അപ്പോൾ നമ്മുടെ സപ്ലൈ എത്രയാണ്, സപ്ലൈ ഇങ്ങനെ സ്ട്രെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 5 അല്ലേ. ഈ പോയിൻ്റ് സപ്ലൈ 5 ആണ്. എന്നാൽ 1ൻ്റെ സമയത്തുള്ള ക്വാണ്ടിറ്റി എത്രയാണ്, ദിസ് ഹിയർ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു 21 ആണ്. ഇനി പ്രൈസ് 2 ആയപ്പോൾ നമ്മുടെ സപ്ലൈ എത്രയാണ് 10. ദെൻ പ്രൈസ് 2 ആകുമ്പോൾ ഡിമാൻഡ് കർവ് ഇതാണ്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 18. അപ്പോൾ പ്രൈസ് 3 ആയപ്പോൾ എന്നാൽ 2 15 വന്നു. സോ ഹിയർ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ് അല്ലേ, 15 എന്ന് വന്നു. ഈ പ്രൈസിനെയാണ്, അല്ലെങ്കിൽ 3 ആണ് ഇവിടെയുള്ള ഇക്വിലിബ്രിയം പ്രൈസ്. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് വെച്ചാൽ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇസ് ഈക്വൽ ടു ക്വാണ്ടിറ്റി സപ്ലൈഡ്. പ്രൈസ് at which the quantity demanded is equal to quantity supplied is called the price at equilibrium. അപ്പം പ്രൈസ് ഈ ഇക്വിലിബ്രിയത്തിന് കൂടുതലാകാം, ഇത് കൂടുതലാണ്, ഇത് കുറവാകാം അല്ലേ. അതിനനുസരിച്ച് എന്താ ഇവിടെ ഡിഫറൻസുകൾ ഉണ്ടാവും, സപ്ലൈയിലും അതുപോലെ ഡിമാൻഡിലും വ്യത്യാസങ്ങളുണ്ടാവും. ഓക്കെ, സോ വെൻ ദ പ്രൈസ് ഇസ് മോർ ദാൻ ദ ഇക്വിലിബ്രിയം പ്രൈസ്, ഇതാണ് ഇവിടെ 3 ആണ് ഇക്വിലിബ്രിയം പ്രൈസ്, എന്നാൽ അതിനേക്കാളും കൂടുതലാണ് പ്രൈസ് എങ്കിൽ what happens, the seller will be willing to sell more than what is demanded by the customers. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 12 ഡിമാൻഡ് ഉള്ളു അല്ലേ, 4 പ്രൈസ് വന്നപ്പോൾ ഡിമാൻഡ് എത്ര 12 ഉള്ളൂ, പക്ഷേ സപ്ലൈ ചെയ്യാൻ എത്രയുണ്ട് 20 ഉണ്ട്. അപ്പം നമ്മൾ കൂടുതൽ, ഡിമാൻഡ് കുറവാണ് പക്ഷേ സപ്ലൈ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ കൊടുക്കാൻ, ഇത്രയും പ്രൈസിന് ഇത്രയും കൊടുക്കാൻ നമ്മൾ താല്പര്യപ്പെടും. പിന്നെ ക്വാണ്ടിറ്റി, ഇനി പ്രൈസ് കുറയുന്നൊരു കൺസെപ്റ്റ് നോക്കിക്കോ, ദാറ്റ് ഈസ് പ്രൈസ് ഇസ് ലെസ് ദാൻ ദ ഇക്വിലിബ്രിയം പ്രൈസ് 2 എന്ന കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ദ ബയേഴ്സ് വിൽ ബി വില്ലിംഗ് ടു ബൈ മോർ ദാൻ ദ സെല്ലേഴ്സ് ആർ റെഡി ടു സെൽ. സെല്ലേഴ്സ് വിൽക്കാനുള്ള സപ്ലൈ 10 ഉള്ളൂ, പക്ഷേ ഡിമാൻഡ് എത്രയും 18 ഉണ്ട്. അപ്പോൾ ബയേഴ്സ് കൂടുതൽ വാങ്ങാൻ റെഡി ആയിരിക്കും. ഓക്കെ, അപ്പം ആ സമയത്ത് എന്ത് പറ്റും, ഡിമാൻഡാണ് കൂടുതൽ സപ്ലൈയേക്കാളും, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസ് കൂടി വരും. ദർ ഇസ് എ ടെൻഡൻസി ഫോർ ദ പ്രൈസ് ടു ഇൻക്രീസ് ആൻഡ് ഓൺലി അറ്റ് ദിസ് ഇക്വിലിബ്രിയം പ്രൈസ് ദർ വിൽ ബി സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ്. സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ് നമ്മൾ കാണുന്നത് ആകെ എവിടെയാണ്, ഇക്വിലിബ്രിയം പ്രൈസിൽ മാത്രമായിരിക്കും. ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈ ഈക്വൽ ആവുന്നിടത്ത് മാത്രമേ സ്റ്റെബിലിറ്റി ഓഫ് പ്രൈസ് ഉണ്ടാകത്തുള്ളൂ. ഇതാണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനിയുള്ളത് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അറ്റ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മളിപ്പോൾ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റാണ്, അവിടെ എങ്ങനെ നമ്മൾ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുമെന്ന്. അപ്പം എപ്പോഴും നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഡിമാൻഡും അതുപോലെ സപ്ലൈയും ഈക്വിലിബ്രിയത്തിൽ എത്തുന്ന പോയിന്റ്. സോ ഇറ്റ് ഈസ് ഡിറ്റർമിൻ ബൈ ദി ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ പക്ഷേ ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ, ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങൾ വരുത്തും അല്ലേ. പക്ഷേ സപ്ലൈ കണ്ടീഷൻസ് അങ്ങനെ ഈസിലി മാറ്റം വരുത്താൻ പറ്റില്ല, പക്ഷേ ഡിമാൻഡ് കണ്ടീഷൻ പെട്ടെന്ന് മാറും. അപ്പോൾ ഡിമാൻഡ് കണ്ടീഷൻ മാറുന്നത് പല ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടാണ്.
ആ ടൈം പീരീഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. വെരി ഷോർട്ട് പീരീഡിൽ ചേഞ്ചസ് ഉണ്ടാവാം, ഷോർട്ട് പീരീഡിലും ലോങ് പീരീഡിലും വെച്ചിട്ട് നമുക്ക് ഡിമാൻഡിന് വ്യത്യാസങ്ങൾ വരാം. പക്ഷെ സപ്ലൈക്ക് വലിയ രീതിയിൽ വ്യത്യാസങ്ങൾ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓരോ പീരീഡ്സിലും ഷോർട്ട് പീരീഡിൽ അതുപോലെ വെരി ഷോർട്ട് പീരീഡിലും ലോങ് പീരീഡിലും പ്രൈസ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റിന് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിലുള്ളൊരു പ്രൊഡക്റ്റിന് പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങളായിരിക്കും. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കുകയാണ് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ ദ മാർക്കറ്റ് പീരീഡ് ഓർ ദി വെരി ഷോർട്ട് പീരീഡ്. മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് പീരീഡാണ്, ഏറ്റവും കുറവ് സമയത്തിനുണ്ടാവും അങ്ങനെയുള്ള പ്രൊഡക്റ്റ്, കുറച്ച് നാളുകൾ മാത്രം നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രമുള്ള ഡിമാൻഡ് ഫ്ലക്ച്വേഷൻസിനനുസരിച്ച് നമ്മളെങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നു. അപ്പം മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നതിൻ്റെ കാലാവധിയാണ് പറഞ്ഞിരിക്കുന്നത് 1 or 2 days or up to 1 week. ഒരു മാർക്കറ്റ് പീരീഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിനനുസരിച്ച് ആ പ്രൊഡക്റ്റിൻ്റെ നേച്ചറിനനുസരിച്ച് 1-2 ദിവസമോ അല്ലെങ്കിൽ മാക്സിമം 1 week ആ ഒരു പീരീഡിനെയാണ് ഷോർട്ട് പീരീഡ് എന്ന് പറയുക. സോ ഈ പീരീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സപ്ലൈ ഈസ് ലിമിറ്റഡ് ടു ദ എക്സിസ്റ്റിംഗ് സപ്ലൈ ഇറ്റ് സെൽഫ്. ഈ ഒരു വീക്ക് കൊണ്ട് നമ്മുടെ സപ്ലൈക്ക് വലിയ വ്യത്യാസങ്ങൾ വരുന്നില്ല. ഈ ഒരു പീരീഡിൽ എന്താ സപ്ലൈക്ക് വലിയ വ്യത്യാസം വരത്തില്ലല്ലോ. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കൂടുതൽ സപ്ലൈ വരാനോ ഒന്നും പോകുന്നില്ല. ഫേംസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരേ രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും, ഒരേ രീതിയിലായിരിക്കും ബാക്കി എല്ലാ കമ്പനികളിലേക്ക് അല്ലെങ്കിൽ എല്ലാ ഷോപ്പിലും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ സപ്ലൈക്ക് വലിയ വ്യത്യാസങ്ങൾ വരത്തില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ ഫേംസ് കനോട്ട് പ്രൊഡ്യൂസ് മോർ ഇൻ റെസ്പോൺസ് ടു ദ സഡൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. അതുകൊണ്ട് ഡിമാൻഡ് വളരെ പെട്ടെന്ന് അങ്ങ് കൂടിയാൽ നമുക്ക് അതിനനുസരിച്ചൊന്നും സപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ടോട്ടൽ സപ്ലൈ ഈസ് ഫിക്സ്ഡ് അറ്റ് ദിസ് പീരീഡ്. സപ്ലൈ ലിമിറ്റഡ് ആണ്, എക്സിസ്റ്റിംഗ് സ്റ്റോക്കിലേക്ക് ലിമിറ്റഡ് ആണ്, ഒരിക്കലും നമുക്ക് സപ്ലൈ കൂട്ടാൻ പറ്റത്തില്ല. ആൻഡ് ദ ഷേപ്പ് അപ്പം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇതിലെ ഗ്രാഫിൻ്റെ നമ്മൾ ഷേപ്പ് നോക്കുകയാണെങ്കിൽ, ഷേപ്പ് ഓഫ് ദ കർവ് നോക്കുകയാണെങ്കിൽ അത് പെരിഷബിൾ ഗുഡ്സിനും നോൺ പെരിഷബിൾ ഗുഡ്സിനും 2 രീതിയിലായിരിക്കും വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ഡിറ്റർമിനേഷൻ രണ്ടിലും ഡിസ്കസ് ചെയ്യണം. പെരിഷബിൾ ഗുഡ്സിൽ എങ്ങനെ, നോൺ പെരിഷബിൾ ഗുഡ്സിൽ എങ്ങനെയെന്നും ഡിസ്കസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പ്രൈസ് ഡിറ്റർമിനേഷൻ അറ്റ് എ വെരി ഷോർട്ട് പീരീഡ് ഓർ ദ മാർക്കറ്റ് പീരീഡ് ഇൻ എ പെരിഷബിൾ ഗുഡ് നോക്കുകയാണെങ്കിൽ ദിസ് ഇസ് എ കർവ്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. പ്രൈസും അതുപോലെ ക്വാണ്ടിറ്റിയും കൂടെ നമ്മൾ പ്ലോട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താ ടോട്ടൽ സപ്ലൈ ഈസ് ഫിക്സ്ഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ടോട്ടൽ സപ്ലൈ ഈസ് ഫിക്സ്ഡ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ സപ്ലൈ ഒരുപോലെയാണ്. ഇവിടെ പ്രൈസ് എത്ര മാറിയാലും സപ്ലൈക്ക് മാറ്റങ്ങളില്ലല്ലോ, ഒരു കോൺസ്റ്റൻറ്റ് പോയിൻറ്റിൽ നിന്ന് മാത്രം സ്ട്രെയിറ്റ് ആണ്, പെർപെൻഡിക്കുലർ ആണ്. ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വരുമ്പോൾ അർത്ഥം എന്താ, ഇതെല്ലാ പോയിൻറ്റിലും ഇവിടെ 30 ആണെങ്കിൽ എല്ലാ പ്രൈസുകൾക്കും ഇതിപ്പോൾ 10, ഇത് 20, ഇത് 30 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 30 തന്നെയാണ് 10 പ്രൈസ് ഉള്ളപ്പോഴും 20 പ്രൈസ് ഉള്ളപ്പോഴും, ഇങ്ങനെയല്ലേ. അപ്പോൾ ടോട്ടൽ സപ്ലൈ എന്താ സ്ട്രെയിറ്റ് ആണ്, അല്ലെങ്കിൽ ടോട്ടൽ സപ്ലൈക്ക് മാറ്റങ്ങൾ വരുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ പെരിഷബിൾ ഗുഡ്സ് വരിക. പെരിഷബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ കുറേ നാളത്തൊന്നും സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഗുഡ്സൊക്കെ, വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫിഷ്, മീറ്റ് അങ്ങനെയുള്ള കാറ്റഗറി, അതൊന്നും നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗുഡിൻ്റെ എപ്പോഴും നമ്മൾ കർവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഇന്നലാസ്റ്റിക് ആയിട്ടുള്ളൊരു ഗുഡാണ് നമ്മളിവിടെ കാണുന്നത്. പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് എന്ന് പറയുന്നത് എന്താ, നമ്മളുടെ പ്രൈസ് എത്ര മാറിയാലും സപ്ലൈ അതിനനുസരിച്ച് മാറുന്നില്ല. സപ്ലൈ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വാട്ട് എവർ ബി ദ ചേഞ്ച് ഇൻ ദ പ്രൈസ് എങ്ങനെ മാറി 10 to 20 ആയാലും സപ്ലൈ എന്താ 30 തന്നെയാണ് നിൽക്കുന്നത്. സോ ഇൻ ദിസ് കേസ് ദ കർവ് ഈസ് ഓൾവേസ് പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക്. ഇത് ഡിമാൻഡ് കർവാണ് വരച്ചിരിക്കുന്നത്. ഈ ഒരു പ്രൈസിലായിരുന്നപ്പോൾ 10 പ്രൈസിലുള്ളപ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങനെയായിരുന്നു, എന്നാൽ 20 ആയപ്പോൾ ഡിമാൻഡ് കർവ് ഇങ്ങനെയാണ് എന്നത് ഗ്രാഫ് വരച്ചേക്കാണ്. ഓക്കെ, ഇത്രയും നിങ്ങൾ ഓർക്കുക. പെരിഷബിൾ ഗുഡ്സിൻ്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ ചെയ്യുമ്പോൾ ഓൾവേസ് ദ കർവ് വിൽ ബി ഇൻ എ പെർഫെക്റ്റ്ലി ഇന്നിലാസ്റ്റിക് പൊസിഷൻ. അതുപോലെ ഇത് ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട് സപ്ലൈ മാറ്റാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും സപ്ലൈ എത്രയാണ് OS തന്നെയായിരിക്കും നമ്മുടെ സപ്ലൈ ആയിട്ട് നിൽക്കുന്നത്. എപ്പോഴും അതേ ക്വാണ്ടിറ്റി തന്നെ റിമെയിൻ ചെയ്യും. നമ്മുടെ പ്രൈസ് മാറുമ്പോൾ സപ്ലൈക്ക് മാറ്റങ്ങൾ വരാതിരിക്കുന്നു. ഇനി ഡിമാൻഡിന് ഇത് റേസ് വരുമ്പോഴാണ്, ഡിമാൻഡ് ഇത്രയായിരുന്നു, ഡിമാൻഡിന് റേസ് വരുമ്പോഴാണ് നമ്മുടെ പ്രൈസിന് മാറ്റം വന്നത്, സപ്ലൈക്ക് മാറ്റമില്ല. ഇനി ഡിമാൻഡ് കുറയുകയാണ്, 20 ഡിമാൻഡ് ഉണ്ടായിരുന്നത് 10 ആയി. 10 ആകുമ്പോഴും എന്താ സംഭവിക്കുന്നത്, ഇത് കൂടുതൽ നാൾ സൂക്ഷിക്കാൻ പറ്റാത്ത പ്രൊഡക്ട്സാണ്, പെരിഷബിൾ ഗുഡ്സ് അല്ലേ. അതുകൊണ്ട് ഡിമാൻഡ് കുറയുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ സെല്ലർ എന്ത് ചെയ്യും, കുറഞ്ഞ പ്രൈസിൽ വിൽക്കുന്നു. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പ്രൈസും കുറച്ചു.
ഡിമാൻഡ് കുറഞ്ഞു, അപ്പോൾ പ്രൈസും ചെറിയ വിലയ്ക്കായിരിക്കും ആ സെല്ലേഴ്സ് എല്ലാവരും അവരുടെ പ്രൊഡക്ട്സ് വിൽക്കുന്നത്. അതാണ് ഈ പെരിഷബിൾ ഗുഡ്സിൻ്റെ വെച്ച് നമ്മൾ പ്രൈസ് ഡിറ്റർമിനേഷൻ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രൈസും അതുപോലെ ക്വാണ്ടിറ്റിയും മാർക്ക് ചെയ്തു. അതുപോലെ ഇതിൻ്റെ ഗ്രാഫ് എപ്പോഴും എങ്ങനെയാണ്, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക് ആണ്. ആസ് ദർ ഇസ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ സപ്ലൈ ആസ് ഇറ്റ് ഈസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ എപ്പോഴും സപ്ലൈ എങ്ങനെയാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഡിമാൻഡ് ആദ്യം ഇങ്ങനെയായിരുന്നു, 10 രൂപയ്ക്ക് ഡിമാൻഡ് ഇത്രയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഡിമാൻഡ് കൂടിയപ്പോൾ ഡിമാൻഡ് കൂടി, ഇതിൽ നിന്ന് ഷിഫ്റ്റായി, അപ്വേർഡ് ഷിഫ്റ്റ് വന്നു, ഇത് വന്നു. അപ്പോൾ ഡി ഡാഷ് ആണ് ഇപ്പോഴത്തെ പുതിയ ഡിമാൻഡ് കർവെങ്കിൽ അപ്പോൾ പ്രൈസ് എന്താ കുറച്ചുകൂടെ കൂടിയ. അപ്പോൾ ഡിമാൻഡ് കൂടിയപ്പോൾ എന്ത് ചെയ്തു, ആൾക്കാർ കൂടുതൽ പൈസയ്ക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് കൂടുതൽ പൈസയ്ക്ക് ആ പ്രൊഡക്റ്റ് വാങ്ങാൻ പോയി. അതാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഡിമാൻഡ് ഡി ബാറിൽ നിന്ന് താഴോട്ട് ഡിയിലേക്ക് മാറിയപ്പോൾ എന്ത് പറ്റി, ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറയുമ്പോൾ ആൾക്കാർ എന്താവും, ദ സെല്ലേഴ്സ് ഡിമാൻഡ് കുറഞ്ഞു. അപ്പോൾ സെല്ലേഴ്സ് കുറഞ്ഞ വിലയ്ക്ക് അറ്റ് ലോവർ പ്രൈസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് ആ ഗുഡ്സ് കൊടുക്കുന്നത്. ഇതാണ് പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസ്. ഇനി സെക്കൻഡ് വൺ ആണ് നോൺ പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസ്. നോൺ പെരിഷബിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നത്. അപ്പം മാർക്കറ്റ് പ്രൈസ് അത്ര വ്യത്യാസം, നമുക്ക് പ്രൈസ് ഹൈയും ലോവും ഒക്കെ കൊടുക്കാം, നമ്മുടെ സ്റ്റോക്കും അല്ലെങ്കിൽ സപ്ലൈയും മാറി മാറി വരും എന്നൊരു കൺസെപ്റ്റ്. ആ സപ്ലൈ മാറി മാറി വരുന്നതുകൊണ്ടാണ് ഈ സപ്ലൈ കർവ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ആൻഡ് അറ്റ് എ പോയിൻറ്റ്, കുറേ പോയിൻറ്റ് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് അത് സ്ട്രെയിറ്റ് എന്ന് കാണുന്നത്. മറ്റേതിൽ എങ്ങനെയായിരുന്നു, ജസ്റ്റ് സ്ട്രെയിറ്റ് ആയിരുന്നു, ഷോർട്ട് പീരീഡ് ആയതുകൊണ്ട്. ഹിയർ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ വൈൽ ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഡിമാൻഡ് കർവ് ഡി ആണെന്ന് വെച്ചോ, ഡി കർവ് ഇതായിരുന്നു, 6 എന്ന പോയിന്റിലാണ് പ്രൈസ്. അപ്പം ഈ ടൈമിൽ ഇത് 20 ആണ്, ഇത് 10, ഇത് 30 എന്ന് വിചാരിച്ചു. സോ 20 റുപ്പീസിനാണ് നമ്മൾ ഡിമാൻഡ് ഈ ഒരു ഡി ഡിമാൻഡിലുള്ളപ്പോൾ ഗുഡ്സ് വിറ്റത്. അത് കഴിഞ്ഞ് ഡി അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞു അല്ലേ, ഡിമാൻഡ് കുറഞ്ഞപ്പോൾ എന്തായി, പ്രൈസ് കുറച്ചു. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ സെല്ലർ പ്രൈസ് കുറച്ച് വിൽക്കാൻ നോക്കി. എന്നാൽ ഈ ഡിന്ന് ഡിമാൻഡ് കൂടിയപ്പോൾ എന്താ, പ്രൈസ് കൂടിയ വിലയ്ക്ക് വിറ്റു. ഓക്കെ, മറ്റേ അതേപോലെ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, പക്ഷേ ഗ്രാഫിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ദ സപ്ലൈ കർവ് ഇസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് നോട്ട് വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ ആണെന്ന് പറയാൻ പറ്റില്ല, അതൊരു സ്ലോപ്പിംഗ് ആണ്. ആൻഡ് ഓൺലി അറ്റ് എ സർട്ടൻ പോയിന്റ് ഇറ്റ് ഈസ് ഗോയിങ് ഇൻ എ സ്ട്രെയിറ്റ് ഡയറക്ഷൻ. ഓക്കെ, പക്ഷേ നമ്മുടെ പെരിഷബിൾ ഗുഡ്സിനെ പോലെ ഡിമാൻഡ് കുറഞ്ഞപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്കൊന്നും നമ്മൾ വിൽക്കണ്ട. ബിക്കോസ് പെരിഷബിൾ ഗുഡ്സ് ആയപ്പോൾ എന്താ, അത് നശിച്ചു പോകും. അതുകൊണ്ടാണ് ഡിമാൻഡ് കുറഞ്ഞിട്ടും നമ്മൾ ആ വിലയ്ക്ക് തന്നെ വിറ്റേ. ഇവിടെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യില്ല. ബിക്കോസ് പ്രൈസ് എത്ര പെട്ടെന്ന് കുറഞ്ഞാലും നമുക്ക് കുറച്ച് നാൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഗുഡ്സാണ്. അപ്പോൾ പ്രൈസ് എന്തെങ്കിലും കൂടുമ്പോൾ വിറ്റാലും മതി. അതാണ് നോൺ പെരിഷബിൾ ഗുഡ്സും പെരിഷബിൾ ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷൻ വെരി ഷോർട്ട് പീരീഡിൽ എങ്ങനെയാണ് പെരിഷബിൾ ആൻഡ് നോൺ പെരിഷബിൾ ഗുഡ്സിനെ എഫക്റ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് പ്രൈസ് ഡിറ്റർമിനേഷൻ ഇൻ എ ഷോർട്ട് പീരീഡ്. അപ്പോൾ വെരി ഷോർട്ട് പീരീഡ് ഓഫ് മാർക്കറ്റ് പീരീഡ് ആണ് ആദ്യം പറഞ്ഞതെങ്കിൽ, ഇനി പ്രൈസ് ഡിറ്റർമിനേറ്റഡ് at a short period ആണ് പറയുന്നത്. സോ ദ പ്രൊഡ്യൂസർ ക്യാൻ അഡ്ജസ്റ്റ് ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ദ സപ്ലൈ ഓഫ് ഗുഡ് ബേസ്ഡ് ഓൺ ദ ഡിമാൻഡ്. അപ്പം ഷോർട്ട് പീരീഡിലാണെങ്കിൽ, ഷോർട്ട് പീരീഡ് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ കാലഘട്ടമുണ്ട്, അല്ലെങ്കിൽ 1 വീക്കിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സപ്ലൈ ഒക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും ഡിമാൻഡിനനുസരിച്ച് പ്രൊഡ്യൂസറിന്. ആ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഷോർട്ട് പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ഡിമാൻഡ് ക്യാൻ ബി ഇൻക്രീസ് ഓർ ഡിക്രീസിങ് ബൈ ചേഞ്ചിങ് ദ വേരിയബിൾ ഇൻപുട്സ്. നമ്മുടെ വേരിയബിൾ ഇൻപുട്സ് ആയിട്ടുള്ള ക്യാപിറ്റലും ലേബറും മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്ക് സപ്ലൈ കൂട്ടാനോ കുറയ്ക്കാനോ ഉള്ളൊരു ഫെസിലിറ്റി ഉണ്ട് ഇൻ കേസ് ഓഫ് ദിസ് ഷോർട്ട് പീരീഡ്. സോ ഷോർട്ട് പീരീഡ് കർവ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലെസ് സ്റ്റീപ്പ് ദാൻ ദ മാർക്കറ്റ് പീരീഡ് സപ്ലൈ കർവ്. മാർക്കറ്റ് പീരീഡിൻ്റെ സപ്ലൈ കർവ് നോക്കിക്കേ, ഐ വിൽ ഷോ. ഇങ്ങനെയാണ് അല്ലേ, നല്ല സ്ലോപ്പി ആയിരുന്നു, ഇങ്ങനെയാണ് വന്നത്. എന്നാൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് കുറച്ച് കുറവാണ്, മറ്റേതിനേക്കാളും സ്ലോപ്പ് കുറച്ച് കുറവാണ്. ബിക്കോസ് ദ സപ്ലൈ കർവ് ഈസ് ഇലാസ്റ്റിക്. സപ്ലൈ കർവ് ഇലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇതിൻ്റെ സ്ലോപ്പ് കുറവായിട്ട് പറയുന്നത്. ഓക്കെ, സപ്ലൈ കർവിൻ്റെ ഗ്രാഫ് എപ്പോഴും ഇലാസ്റ്റിക് ആണ്. ഇലാസ്റ്റിക് മീൻസ് ഇറ്റ് ചേഞ്ചസ് എന്ന കൺസെപ്റ്റിലാണ് ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഷോർട്ട് പീരീഡിൽ ഇലാസ്റ്റിക് ആണ്. ഹിയർ ഇറ്റ് വാസ്
ഇൻഇലാസ്റ്റിക് ആണ് സപ്ലൈ കർവ് എന്ന് ഇവിടെ പറഞ്ഞു. ഹിയർ ഇറ്റ് ഈസ് ഇലാസ്റ്റിക്. ഓക്കെ, ഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് മാർക്കറ്റ് പീരീഡ് സപ്ലൈ കർവും കാണാം, അതുപോലെ ഷോർട്ട് പീരീഡ് സപ്ലൈ കർവും കാണാം അല്ലേ. മാർക്കറ്റ് പീരീഡ് സപ്ലൈ കർവ് എന്ന് പറയുമ്പോൾ ഇൻഇലാസ്റ്റിക് ആയിട്ട് കാണുന്നുണ്ട്. ഷോർട്ട് പീരീഡ് സപ്ലൈ കർവ് കുറച്ച് ഇലാസ്റ്റിക് ആയിട്ട് കാണുന്നു, സ്ലോപ്പിംഗ് ആയിട്ട്. ഇത് സ്ട്രെയിറ്റ് ആണ് അല്ലേ, ഇതിനേക്കാളും സ്ലോപ്പ് കുറവാണ്. ഇവിടെ സ്ലോപ്പ് എന്താ കൂടുതലാണ്, ഇവിടെ സ്ലോപ്പ് കുറവാണ് കാണുന്നത്. സോ ഈ രണ്ട് ഗ്രാഫും കൂടെ വെച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഡിമാൻഡ് കർവ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡിമാൻഡ് ഡി ആയിരുന്നു, അപ്പോൾ പ്രൈസ് എത്രയാണ്, പി ഫിക്സ് ചെയ്തു. എന്നാൽ ഡിമാൻഡ് കർവ് കൂടി D1 എന്ന പൊസിഷനിലായി. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ എന്താ, P1ലേക്ക് നമ്മുടെ പ്രൈസ് കൂടി, ഡിമാൻഡ് കൂടിയപ്പോൾ പ്രൈസ് P1ലേക്ക് കൂട്ടി. എന്നാൽ നമ്മുടെ ഷോർട്ട് പീരീഡ് സപ്ലൈ കർവ് നോക്കുകയാണെങ്കിൽ ഇത് തന്നെ ഡിമാൻഡ് കർവ്. അടുത്ത ഡിമാൻഡ് കർവ് ഇതാണ്. ഇവിടെ നമ്മുടെ സപ്ലൈ കർവ് ആയിട്ട് നോക്കുമ്പോൾ പോയിൻ്റ് ഇതാണ്. അപ്പോൾ പ്രൈസ് എത്രയാണ്, P2 മാത്രമേ കാണുന്നുള്ളൂ. ദാറ്റ് ഈസ് P1 മൈനസ് P ഇസ് മോർ ദാൻ P2 മൈനസ് P അല്ലേ. ഇൻക്രീസ് കുറവാണ്, ചെറിയ ഇൻക്രീസ് വരുത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ഷോർട്ട് പീരീഡിൻ്റെ ഉള്ള വ്യത്യാസമാണ്, ഇൻക്രീസ് ചെറുതായിട്ടേ വരുള്ളൂ. പക്ഷേ നമ്മുടെ മാർക്കറ്റ് പ്രൈസാണ് ഇൻക്രീസ് കൂടുതലാണ്. തിരിച്ചു നോക്കിയാലും ഇപ്പോൾ D1 നിന്ന് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞു, ടു DD എന്നതിലേക്ക് നമ്മുടെ ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പ്രൈസും കുറയണം അല്ലേ. ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പ്രൈസ് കുറച്ച് വിൽക്കണം. നമ്മുടെ മാർക്കറ്റ് പ്രൈസ് സപ്ലൈ കർവിലാണെങ്കിൽ ഈ പോയിൻറ്റുമാണ്. സോ P1 ആൻഡ് P, സോ ദർ ഈസ് എ മച്ച് ഡിഫറൻസ്. നമ്മൾ നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി വന്നു പ്രൈസ്. പക്ഷേ നമ്മുടെ ഷോർട്ട് പീരീഡ് സപ്ലൈ കർവിലാണെങ്കിലോ ഇതാണ് ഇൻക്രീസ്ഡ് P1 P2, പിന്നെയുള്ള പ്രൈസ് P. ഇവിടെ കുറവേ പ്രൈസ് കുറയ്ക്കേണ്ടി വരുന്നുള്ളൂ. ഇതാണ് ഷോർട്ട് പീരീഡിലെ ഡിറ്റർമിനേഷൻ. അതേപോലെ മൂന്നാമത്താണ് ദ ലോങ് പീരീഡ് ഡിറ്റർമിനേഷൻ. ഇതിൽ 3 ഗ്രാഫ്സും കാണിച്ചിട്ടുണ്ട്. ദിസ് ഈസ് മാർക്കറ്റ് പീരീഡ് സപ്ലൈ കർവ്, ഷോർട്ട് പീരീഡ് സപ്ലൈ കർവ് ആൻഡ് ലോങ് പീരീഡ് സപ്ലൈ കർവ്. അപ്പം ഇവിടോട്ട് വരികയാണെങ്കിൽ എന്താ, ഇലാസ്റ്റിസിറ്റി ഇവിടെ 0 ആയിരുന്നു, പിന്നെ ഇലാസ്റ്റിസിറ്റി കൂടി, ഇവിടെ നല്ലപോലെ കൂടി. ഇലാസ്റ്റിസിറ്റി വളരെ കൂടുന്ന ഒരു സ്റ്റേറ്റ് ആണ് ദിസ് ലോങ് പീരീഡ്. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം പ്രൈസ് ഇതായിരുന്നു. എത്ര, നമ്മളുടെ MP ദാറ്റ് ഈസ് മാർക്കറ്റ് പ്രൈസ് സപ്ലൈ കർവും അതുപോലെ ഡിമാൻഡ് കർവായിട്ട് D1ൻ്റെ പ്രൈസ് ഇതായിരുന്നു. എന്നാൽ അടുത്തതിൻ്റെയും ഷോർട്ട് പീരീഡ് സപ്ലൈ കർവിൻ്റെയും ഡിമാൻഡിൻ്റെയും പ്രൈസ് ഇതാണ്, ഇവിടെയും ഇതാണ്. സോ ദിസ് ഇസ് ഇക്വിലിബ്രിയം പ്രൈസ് E എന്നുള്ളത്. പിന്നെ നമ്മുടെ ഡിമാൻഡ് എങ്ങോട്ട് മാറി, D1ലേക്ക് ഡിമാൻഡ് മാറി. ആ സമയത്ത് നമ്മുടെ പ്രൈസ് എന്തുപറ്റി, കൂട്ടേണ്ടി വന്നു. ദാറ്റ് ഈസ് എത്ര കൂട്ടി, P1 മൈനസ് P കൂട്ടി, കൂടുതൽ ചേഞ്ച് വരുത്തേണ്ടി വന്നു ഇല്ലേ. ഇനി ഷോർട്ട് പീരീഡ് സപ്ലൈ കർവിലാണെങ്കിലോ P2 മൈനസ് P ഇൻക്രീസ് വരുത്തിയിട്ടുള്ളൂ. എന്നാൽ ലോങ് പീരീഡ് സപ്ലൈ കർവിൽ P3 മൈനസ് P കൂട്ടിയിട്ടുള്ളൂ. അപ്പം പ്രൈസിൻ്റെ കൂട്ടുന്നതിൻ്റെ റേഞ്ചും കുറഞ്ഞു. അതേപോലെ തിരിച്ച് D1 നിന്ന് ഡിമാൻഡ് കിടന്നിരുന്ന സാധനത്തിൻ്റെ ഡിമാൻഡ് എന്തായി, കുറഞ്ഞു, ടു DD എന്നതിലേക്ക് ഡിമാൻഡ് കുറഞ്ഞപ്പോൾ പ്രൈസ് P1 മൈനസ് Pയിലേക്ക് കുറച്ചു. ഹിയർ ആണെങ്കിൽ P2 മൈനസ് Pയിലേക്ക്, ആൻഡ് ഹിയർ P3 മൈനസ് P. ഓൾവേസ് P3 മൈനസ് P വിൽ ബി ലെസ് ദാൻ P2 മൈനസ് P വിൽ ബി ലെസ് ദാൻ P1 മൈനസ് P. അപ്പോൾ പ്രൈസിൻ്റെ ചേഞ്ച് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഏറ്റവും കുറവ് എവിടെയായിരിക്കും, ലോങ് പീരീഡിൻ്റെ കൺസെപ്റ്റിലാണ്. ഇവിടെ 3 ഗ്രാഫ്സും കാണിച്ചിട്ടുണ്ട്, 3ഉം കൂടെ വരച്ചിട്ടുണ്ട് കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു ഡയഗ്രാംസ് ഉണ്ട്, അത് കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇത് കാണുമ്പോൾ അതിൽ പല ലൈൻസും അവർ ഡാർക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഹിയർ യു ക്യാൻ സീ ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ്സ് ആൻഡ് ദീസ് ആർ ദ സപ്ലൈ കർവ്സ്. മാർക്കറ്റ് പ്രൈസിൻ്റെ സപ്ലൈ കർവ്, ഷോർട്ട് പീരീഡിൻ്റെ അതേപോലെ ലോങ് പീരീഡിൻ്റെ സപ്ലൈ കർവ്. അതിനനുസരിച്ച് ഈ ലൈറ്റ് ആയിട്ടുള്ള ലൈൻസാണ് അവരുടെ ഓരോ പ്രൈസസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് കുറച്ച് ഗ്രാഫ്സ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ലപോലെ ഒന്ന് കേട്ടാൽ മതി, എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ അപ്പം നമ്മൾ പ്രൈസ് ഡിറ്റർമിനേഷൻ പറഞ്ഞു അറ്റ് എ വെരി ഷോർട്ട് പീരീഡ് ആൻഡ് ഓൾസോ ലോങ് പീരീഡ്. നെക്സ്റ്റ് വൺ ഇസ് ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ഓർ ആൻ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ. ഇനി നമ്മൾ ഔട്ട്പുട്ട് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്, പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ.
അതും ഇക്വിലിബ്രിയം ഓഫ് എ ഫേം വിചാരിച്ചിട്ടാണ്. സോ എ ഫേം ഈസ് സെഡ് ടു ബി ഇൻ ഇക്വിലിബ്രിയം വെൻ ദർ ഇസ് നോ ഡിസയർ ടു ചേഞ്ച്, ദാറ്റ് ഇസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇറ്റ്സ് ഔട്ട്പുട്ട് ലെവൽ. ഒരു ഫേം ഇക്വിലിബ്രിയത്തിലാണെന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ ഔട്ട്പുട്ടോ ഇൻപുട്ടോ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ നമുക്കില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം എന്ന് പറയുക. സോ ദിസ് പോയിന്റിലായിരിക്കും നമുക്ക് ഫേമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന സ്റ്റേറ്റല്ലേ നമ്മൾ നിലനിൽക്കുക. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് കൂട്ടാനോ കുറയ്ക്കാനോ നോക്കില്ല, ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ദ മാക്സിമം പ്രോഫിറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. സോ ദ പോയിന്റ് അറ്റ് വിച്ച് വി ഗെറ്റ് ദ മാക്സിമം പ്രോഫിറ്റ് ഈസ് കോൾഡ് ദ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം. So here we are determining this equilibrium by two methods, that is producer equilibrium method and MR minus MC അപ്രോച്ച്. രണ്ട് അപ്രോച്ചുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഫേമിൻ്റെ ഇക്വിലിബ്രിയം ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൻ്റെ രണ്ട് മെത്തേഡ്സാണ് ഇവിടെ, പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം അതുപോലെ MR മൈനസ് MC, ദാറ്റ് ഈസ് മാർജിനൽ റവന്യൂ മൈനസ് മാർജിനൽ കോസ്റ്റ് അപ്രോച്ച്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഏത് പോയിന്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അതിൽ പ്രൊഡ്യൂസർ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് ഗിവ് ദ മാക്സിമം പ്രോഫിറ്റ് ടു ദ പ്രൊഡ്യൂസർ ഓഫ് ദ കമ്മോഡിറ്റി. ആ പ്രൊഡ്യൂസറിന്, ആ കമ്മോഡിറ്റിയുടെ പ്രൊഡ്യൂസറിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കൊടുക്കുന്ന ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അതേപോലെ MR മൈനസ് MC ഈക്വൽ ടു 0 അല്ലെങ്കിൽ MR ഈക്വൽ ടു MC എന്ന കൺസെപ്റ്റ് വരുന്ന സ്ഥലത്ത് ആ ഒരു കണ്ടീഷനും വരണം. അതുപോലെ MC കട്ട്സ് ദ MR കർവ് ഫ്രം ബിലോ, ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നാലും നമുക്ക് ഫേം ഇക്വിലിബ്രിയത്തിൽ എന്ന് പറയാം. ഇത് നിങ്ങൾക്ക് ഗ്രാഫ് കാണിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ ഐ വിൽ ഷോ ദറ്റ് ഗ്രാഫ്. ദിസ് ഇസ് എ ഗ്രാഫ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയുടെ ഇക്വിലിബ്രിയം പോയിന്റ് നേരത്തെ പറഞ്ഞായിരുന്നു. ഇത് ഡിമാൻഡ് കർവും ഇത് സപ്ലൈ കർവുമാണ്. ദ പോയിന്റ് വേർ ഇറ്റ് ടച്ചസ് ഇസ് ദ പ്രൈസ് ഇക്വിലിബ്രിയം. സോ ദിസ് ഇസ് എ പ്രൈസ് ടു ബി ഫിക്സ്ഡ് ഫോർ ദി ഗുഡ്സ്. അപ്പം ഇതിന് കൂടുതലാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതെങ്കിൽ അത് സർപ്ലസ് എന്ന കണ്ടീഷനാണ്. എന്നാൽ അതിനേക്കാളും കുറവ് പ്രൈസ് ആണെങ്കിൽ അത് ഷോർട്ടേജ് എന്ന കണ്ടീഷനിലാണ് ചെയ്യുക. ഇങ്ങോട്ട് വരുമ്പോൾ സപ്ലൈ കൂടുതലല്ലേ, അതുകൊണ്ട് സർപ്ലസ്, സപ്ലൈ കുറവായതുകൊണ്ട് ഷോർട്ടേജ്. ഓക്കെ, ഇനി നമ്മളൊരു ഫേമിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ, ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് ആൻഡ് റവന്യൂ, ദിസ് ഇസ് എന്ന് വെച്ചാൽ പ്രൈസ്, ദിസ് ഇസ് ദ ഔട്ട്പുട്ട് നമ്മൾ വെച്ചു. പിന്നെ നമ്മുടെ കേവാണിത്, പ്രൈസിൻ്റെ കേവാണ്. ഹിയർ മാർജിനൽ റവന്യൂ ഈക്വൽ ടു AR. ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിൽ കാണിക്കുന്നത് വെച്ചാൽ AR ഈസ് ഈക്വൽ ടു MR ആണ്. ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു MR. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ MC, ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റ്, നമുക്ക് വരുന്ന കോസ്റ്റുകളാണിത്. ഓരോ ക്വാണ്ടിറ്റിയിൽ വന്നിട്ട് മാറ്റങ്ങൾ വരുന്ന കോസ്റ്റാണ്. ഇങ്ങനെയുള്ള ഗ്രാഫിൽ ഈ ഒരു പോയിന്റ് വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുക, നമുക്ക് ഇക്വിലിബ്രിയത്തിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യേണ്ടത് ഈ ഒരു പോയിന്റിലാണ്. ഇത്രയാണ് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്, ദാറ്റ് ഈസ് Q2. ഇതാണ് നമ്മളുടെ ഔട്ട്പുട്ട് റേഞ്ച്. ഇതിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം ഓർ ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ AR and MR is perfectly elastic as P is shown in the graph. ഇത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് ഇവിടെ MRഉം ARഉം. ഓക്കെ, ആൻഡ് ഇഫ് യു ആർ സീയിങ്, ഞാൻ നേരത്തെ പറഞ്ഞ MR കർവിനെ അല്ലെങ്കിൽ MC കർവിനെ MR താഴെ നിന്നാണ് കട്ട് ചെയ്യുന്നത്. MC കർവ് ഇങ്ങനെ പോകുന്നു, അപ്പം അതിൻ്റെ താഴെ നിന്നാണ് MR കർവ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കട്ടും ചെയ്യണം. അതുപോലെ MR ARുമായിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് പറയുക, equilibrium of a firm എന്ന് പറയുക. ഓക്കെ, സോ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഓർ ദിസ് ഇസ് എ ഗ്രാഫ് ഷോയിങ് ദ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം. അപ്പം നിങ്ങൾ ഈ രണ്ട് ഡയഗ്രാം വരയ്ക്കണം, ഓഫ് എൻ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം അതുപോലെ ഫേമിൻ്റെ ഇക്വിലിബ്രിയം. യു ജസ്റ്റ് വോണ്ട് ടു റൈറ്റ് ദ കോസ്റ്റ് ആൻഡ് റവന്യൂ, ദെൻ ദ ഔട്ട്പുട്ട്, എന്നിട്ട് രണ്ട് ഔട്ട്പുട്ട് പോയിൻ്റ് എടുക്കുക. അതുപോലെ MR ഈക്വൽ ടു AR. അപ്പം നമ്മുടെ MC കർവ് നോക്കുമ്പോൾ, മാർജിനൽ കോസ്റ്റ് കർവ് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ ദ MR ഈക്വൽ ടു AR വരും. അതേപോലെ MC കർവിനെ താഴെ നിന്നാണ് നമ്മുടെ MR കർവ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നാൽ ദിസ് ഇസ് കോൾഡ് ദ ഇക്വിലിബ്രിയം ഓഫ് എ ഫേം. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഫുൾ. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. ആദ്യം രണ്ട് രീതി ക്ലാസിഫൈ ചെയ്യുന്ന പറഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആൻഡ് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞു. അതേപോലെ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിലിബ്രിയം പ്രൈസിൽ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡിമാൻഡ് കർവും സപ്ലൈ കർവും ഇക്വിലിബ്രിയം പ്രൈസിനെ തരുന്നതെന്ന് പറഞ്ഞു. ദെൻ ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അറ്റ് എ വെരി ഷോർട്ട് പീരീഡ് ഫോർ ദ ഡ്യൂറബിൾ ആൻഡ് നോൺ ഡ്യൂറബിൾ. പിന്നെ വെരി ഷോർട്ട് പീരീഡ് പറഞ്ഞു, ഷോർട്ട് പീരീഡ്, ഇത് വെരി ഷോർട്ട് പീരീഡ് പറഞ്ഞു, ആൻഡ് ലാസ്റ്റ് ലോങ് പീരീഡും പറഞ്ഞു. സോ ദിസ് ദ ഗ്രാഫ് ഷോയിങ് ദ 3.
അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഫേമിൻ്റെ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിൻ്റെ ഇക്വിലിബ്രിയമാണ്. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയവും പറഞ്ഞു, അതുപോലെ ദ ഫേം ഇക്വിലിബ്രിയവും പറഞ്ഞു. സോ ഹിയർ ഫേം ഇക്വിലിബ്രിയം MR ഈക്വൽ ടു AR ആൻഡ് MR കട്ട്സ് MC കർവ് ഫ്രം ബിലോ. ഈ രണ്ട് കണ്ടീഷൻ ആകുമ്പോഴാണ് നമ്മൾ ഫേമിൻ്റെ ഔട്ട്പുട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഇന്ന് എനിക്ക് അസൈൻമെൻ്റ് ആയിട്ട് അയക്കേണ്ടത് വാട്ട് ഈസ് ദ പ്രൈസ് ഡിറ്റർമിനേഷൻ അറ്റ് എ market period in case of perishable and non-perishable goods, then price determination at the short period, long period, and also equilibrium, industry ടെയും ഫേമിൻ്റെയും. ഓക്കെ, സോ വിത്ത് ദിസ് വി ക്യാൻ എൻഡ് ടുഡേയ്സ് ക്ലാസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ താങ്ക് യു.